ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് NIOSൻ്റെ ക്ലാസ് 12, അതായത് സീനിയർ സെക്കൻഡറിയിലെ 9th ചാപ്റ്ററായിട്ടുള്ള ഇഫ് ഐ വർ യു. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് 12th ചാപ്റ്ററായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റീഡിങ് പാസേജ് ഇടയ്ക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിത് 9th ചാപ്റ്ററായിട്ടാണ് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണത്തിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ ഒരു 1 act പ്ലേ ആണ്. അതായത് 1 act പ്ലേ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷോർട്ട് മൂവി, ഒരു ഷോർട്ട് ഫിലിം കാണുന്ന പോലെ ആയിരിക്കും ഒരു 1 act പ്ലേ എന്ന് പറയുന്നത്. അതായത് ഒറ്റ സ്റ്റേജ് സെറ്റിങ്ങിൽ തന്നെ 2 or 3 സീനുകൾ കൊണ്ട് അവസാനിക്കുന്നതാണ് 1 act പ്ലേ എന്ന് പറയുന്നത്. അതായത് സാധാരണ നാടകങ്ങൾ, സാധാരണ പ്ലേസ് ഒക്കെ പോലെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജ് സെറ്റിംഗ് കംപ്ലീറ്റ് മാറ്റുക, പുതിയ സീൻ, അതായത് പുതിയ കേർട്ടൻ ഇടുക, ഡെക്കറേഷൻസ് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും 1 act പ്ലേയിൽ വരുന്നില്ല. അത് ഒറ്റ സ്റ്റേജ് ഡെക്കറേഷനിൽ അല്ലെങ്കിൽ ഒറ്റ സ്റ്റേജ് സെറ്റിങ്ങിൽ തന്നെ കഥ തീരുന്നതാണ് 1 act പ്ലേ എന്ന് പറയുന്നത്. അതിനകത്ത് കഥാപാത്രങ്ങളുടെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 1 act പ്ലേ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ 1 act പ്ലേയുടെ പേര് ഇഫ് ഐ വർ യു എന്നാണ്. അപ്പോൾ ഈ 1 act പ്ലേ എഴുതിയിരിക്കുന്നത് ഡഗ്ലസ് ജെയിംസ് എന്ന് പറയുന്ന ഒരു പ്ലേ റൈറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനിച്ച വർഷം എന്ന് പറയുന്നത് 1888 ആണ്. മരണം 1946 ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ലെസണിലേക്ക് വരാം. ഇഫ് ഐ വർ യു. അപ്പോൾ ഞാൻ എൻ്റെ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാണ് ഈ ലെസൺ വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ജെറാർഡ്, a young man, is packing. Suddenly a man enters who resembles him. He is holding a revolver in his hand. Let's find out what he wants from Gerard. അപ്പോൾ നമ്മുടെ പ്രധാന കഥാപാത്രം, അതായത് നമ്മുടെ ഹീറോ, നമ്മുടെ കഥയിലെ നായകൻ്റെ പേര് ജെറാർഡ് എന്നാണ്. GERRARD. അപ്പോൾ ജെറാർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ നായകൻ്റെ പേര്. അപ്പോൾ ഒരു ദിവസം ജെറാർഡ് തൻ്റെ സൂട്ട് കേസ്, തൻ്റെ ലഗേജ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി എ മാൻ എൻറ്റേഴ്സ്. പെട്ടെന്നാണ് ആ വീട്ടിലേക്ക്, അപ്പോൾ ജെറാർഡ് താമസിക്കുന്ന ഒരു ചെറിയൊരു കോട്ടേജിലാണ്. അപ്പോൾ എസെക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട, ചുറ്റും കാടൊക്കെയുള്ള ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് അദ്ദേഹം ഒരു ചെറിയൊരു കോട്ടേജിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ആ കോട്ടേജിലേക്ക് പെട്ടെന്ന് ഒരാൾ അതിക്രമിച്ച് കയറി വരികയാണ്. ഹു റിസംബിൾസ് ഹിം. ഈ ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇടിച്ചു കയറി വരുന്ന ആളും ജെറാർഡിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. രൂപവും ഹൈറ്റും ഒക്കെ ഏതാണ്ട് ജെറാർഡിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഹി ഈസ് ഹോൾഡിങ് എ റിവോൾവർ ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ ഈ കയറി വന്ന ആളുടെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ട്. ഇനിയാണ് നമ്മൾ കഥയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് കഥാസന്ദർഭം. അപ്പോൾ ഇത് ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കഥയിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഇവിടെ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലെസൺ പഠിക്കുന്നത് വഴി നമ്മൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എ 1 act പ്ലേ. ഒരു 1 act പ്ലേ എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം എന്ന് നമുക്കൊരു പ്രാക്ടീസ് കിട്ടുന്നു. രണ്ടാമത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് വേർഡ്സ് വിച്ച് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വാക്കുകൾ ഈ ലെസണിൽ നിന്ന് പഠിക്കുന്നു. ആ വാക്കുകൾ എങ്ങനെ പ്രയോഗിക്കണമെന്നും മനസ്സിലാക്കുന്നു. മൂന്നാമത്തേത് യൂസ് ടെൻസസ് പ്രോപ്പർലി. അതായത് ഗ്രാമർ ഭാഗത്തിൽ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ടെൻസുകളാണ്, അതായത് കാലങ്ങളാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ റൈറ്റ് ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് എക്സ്പ്രസ് പ്രിഫറൻസസ്. അതായത് റൈറ്റിംഗ് സെക്ഷനിൽ നമ്മൾ എങ്ങനെ ജോബ് ആപ്ലിക്കേഷൻ എഴുതാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ എക്സ്പ്രസ് പ്രിഫറൻസസ്, നമ്മുടെ പ്രിഫറൻസുകൾ, അതായത് നമ്മൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും, എങ്ങനെ ഭാഷയിൽ ഇംഗ്ലീഷിൽ പറയും എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു സ്റ്റോറി 4 സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സീൻ ഈസ് എ സ്മോൾ കോട്ടേജ് ഇൻറ്റീരിയർ. അപ്പോൾ ഈ സ്റ്റേജ് സീൻ എന്ന് പറയുന്നത് ചെറിയ ഒരു കോട്ടേജിൻ്റെ ഉൾഭാഗമാണ്, ഇൻറ്റീരിയർ ആണ്. There is an entrance back right which may be curtained. അപ്പോൾ ഈ കോട്ടേജിൻ്റെ എൻട്രൻസ് കാണുന്നുണ്ട്, കേർട്ടൻ ഇട്ടിട്ടുണ്ട്. Another door to the left must be a practical door. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു ഡോർ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഡോർ ആയിരിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോറിന് ഈ കഥയിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഥയുടെ അവസാനത്തിൽ നമുക്കത് മനസ്സിലാവും. അടുത്തത്, the furniture is simple, consisting of a small table towards the left, a chair or two, and a divan rather upstage on the right. പിന്നെ അവിടെ നമ്മൾ സ്റ്റേജിൽ കാണുന്ന ഫേർണിച്ചറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ടേബിളുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ടേബിളുണ്ട്, പിന്നെ 1-2 ചെയറുകളുണ്ട്, പിന്നെ ഒരു ദിവാൻ അവിടെ കിടപ്പുണ്ട് സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. ഓൺ ദ ടേബിൾ ഈസ് എ ടെലിഫോൺ. അപ്പോൾ ഈ ടേബിളിൻ്റെ മുകളിൽ ഒരു ടെലിഫോണുമുണ്ട്. അപ്പോൾ ഇത് പഴയ കാലമാണെന്ന് ഓർക്കേണ്ടതാണ്. അതായത് 1946 മുമ്പെയാണ്. അപ്പോൾ മൊബൈൽ ഫോണുകളൊന്നും വന്നിട്ടില്ലാത്ത ഒരു സമയമാണെന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. ലാൻഡ് ഫോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ഥലം ഇംഗ്ലണ്ടാണ്. അടുത്തത്, when the curtain rises, Gerard is standing by the table phoning. അപ്പോൾ സ്റ്റേജിൻ്റെ കേർട്ടൻ പൊങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ജെറാഡ് ടേബിളിൻ്റെ സൈഡിൽ നിന്ന് ഫോൺ വിളിക്കുകയാണ്. ഹി ഈസ് ഓഫ് മീഡിയം ഹൈറ്റ് ആൻഡ് വെയേഴ്സ് ഹോൺ റിംഡ് ഗ്ലാസസ്. അപ്പോൾ ജെറാഡിൻ്റെ രൂപം ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു മീഡിയം ഹൈറ്റ് ഉള്ള ആളാണ്. പിന്നെ ഒരു ഹോൺ റിംഡ് ഗ്ലാസസ്, അതായത് ഈ കൊമ്പ് കൊണ്ട് നിർമ്മിച്ച റിമ്മുള്ള ഗ്ലാസ്സുകൾ ഉപയോഗത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്ലാസ്സാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ഹി ഈസ് ഡ്രസ്ഡ് ഇൻ എ ലൂഞ്ച് സൂട്ട് ആൻഡ് എ ഗ്രേറ്റ് കോട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ലോഞ്ച് സൂട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ അതിൻ്റെ കോട്ടും അതിൻ്റെ പാൻറ്റും ഒരേപോലെ തന്നെ ഡിസൈൻ ചെയ്തതിനെയാണ് ലോഞ്ച് കോട്ടെന്ന് പറയുന്നത്, സൂട്ടെന്ന് പറയുന്നത്. പിന്നെ ഒരു വലിയൊരു കോട്ടും അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഹിസ് വോയിസ് ഇസ് കൾച്ചേർഡ്, അതായത് വളരെ മാന്യമായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് അദ്ദേഹം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സെൻറ്റൻസ്, he puts down the phone and goes to the divan on the right where there is a traveling bag and starts packing. അപ്പോൾ ഫോൺ വിളിച്ചതിന് ശേഷം അദ്ദേഹം ദിവാൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ദിവാനിൽ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്, അതൊരു ട്രാവലിംഗ് ബാഗാണ്. പിന്നെ ആ ബാഗ് പാക്ക് ചെയ്യുകയാണ്. അടുത്തത്, whilst he is thus engaged, another man similar in build to Gerard enters from the right silently. അപ്പോൾ അദ്ദേഹം അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു മനുഷ്യൻ സിമിലർ ഇൻ ബിൽറ്റ്, അതായത് രൂപത്തിൽ ജെറാൾഡിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യൻ സൈലൻ്റ്ലി, വളരെ ശബ്ദമില്ലാതെ റിവോൾവറുമായിട്ട് എൻ്റർ ചെയ്യുകയാണ്. ഹീ ഈസ് ഫ്ലാഷിംഗ്ലി ഡ്രസ്ഡ് ഇൻ ആൻ ഓവർ കോട്ട് ആൻഡ് എ സോഫ്റ്റ് ഹാറ്റ്. അപ്പോൾ ഈ കയറി വന്ന ആളെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കയറി വന്ന ആള് ഫ്ലാഷിംഗ്ലി ഡ്രസ്ഡ്, അതായത് ബ്രൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് അയാൾ ധരിച്ചിരിക്കുന്നത്. ഒരു സോഫ്റ്റ് ഹാറ്റും വെച്ചിട്ടുണ്ട്. ഹി ബംസ് ആക്സിഡൻ്റലി എഗെയിൻസ്റ്റ് ദ ടേബിൾ ആൻഡ് അറ്റ് ദ സൗണ്ട് ജെറാഡ് ടേൺസ് ക്വിക്ലി. അപ്പോൾ ഈ കയറി വരുന്ന ആള് ആ ടേബിളിൽ അറിയാതെ തട്ടുകയും ആ സൗണ്ട് കേട്ടിട്ട് ജെറാഡ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നു. പിന്നീട് കൊടുത്തിരിക്കുന്നത് അവർ തമ്മിലുള്ള ഡയലോഗാണ്. ജെറാഡ് ഈ റിവോൾവർ ഒന്നും കണ്ട് ഭയപ്പെടുന്നൊന്നുമില്ല, വളരെ പ്ലസൻ്റ് ആയിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വൈ ദിസ് ഈസ് എ സർപ്രൈസ് മിസ്റ്റർ. അതായത് വളരെ സർപ്രൈസ് ആണല്ലോ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പേര് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പം പേരിൻ്റെ ഭാഗത്ത് അതുകൊണ്ടാണ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇൻട്രൂഡർ, അതായത് കയറി വന്ന ആള്, ഐ എം ഗ്ലാഡ് യു ആർ പ്ലീസ്ഡ് ടു സീ മീ. ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി പ്ലീസ്ഡ് for long. Put those paws up.
അപ്പോൾ ഈ കയറി വന്ന ആൾ പറയുകയാണ്, ഏതായാലും നിങ്ങൾ എന്നെ കണ്ടിട്ട് വലിയ ഭയമൊന്നുമില്ല, ഐ ആം ഗ്ലാഡ് യു ആർ പ്ലീസ് ടു സീ മീ. അതായത് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമാണ്. ഏതായാലും നിങ്ങളുടെ സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല, കൈ ഉയർത്തു എന്നാണ് പറയുന്നത്. പോസ്, PAWS, പോസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൈയാണ്. സാധാരണ മൃഗങ്ങളുടെ കൈകൾക്കാണ് നമ്മൾ പോ എന്ന് പറയുന്നത്. അടുത്തത് ജെറാർഡാണ് സംസാരിക്കുന്നത്. ജെറാർഡ്, ദിസ് ഈസ് ഓൾ വെരി മെലോഡ്രമാറ്റിക്, നോട്ട് വെരി ഒറിജിനൽ പെർഹാപ്സ്, ബട്ട്. അപ്പോൾ ജെറാർഡ് പറയാണ്, മെലോഡ്രമാറ്റിക് എന്ന് പറഞ്ഞാൽ നാടകീയം അല്ലെങ്കിൽ സംഭവ ബഹുലം എന്നൊക്കെയാണ് അർത്ഥം. ദിസ് ഈസ് ഓൾ വെരി മെലോഡ്രമാറ്റിക്, ഇത് വളരെ നാടകീയമാണല്ലോ. നോട്ട് വെരി ഒറിജിനൽ, അതായത് അത്ര ഒറിജിനാലിറ്റി ഒന്നും എനിക്ക് ഈ ഒരു കാര്യത്തിൽ തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ പറയാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കയറി ഇൻട്രൂഡർ ട്രൈങ് ടു ബി കാം ആൻഡ് എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അതായത് ശാന്തനാകാൻ ശ്രമിക്കുകയാണോ എന്നുള്ള രീതിയിലാണ് ഇൻട്രൂഡർ ചോദിക്കുന്നത്. അടുത്തത് ജെറാർഡ്, നോൺ ചെലാൻറ്റ് ഈസ് യുവർ വേർഡ് ഐ തിങ്ക്. നോൺ ചെലാൻറ്റ്, NONCHALANT, നോൺ ചെലാൻറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തപ്രകൃതം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ശാന്തമായത്. നോൺ ചെലാൻറ്റ് ഈസ് യുവർ വേർഡ് ഐ തിങ്ക്. അപ്പോൾ ജെറാർഡ് പറയുകയാണ്, വളരെ ശാന്തമായ സിറ്റുവേഷൻ തന്നെയാണ് ഇത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. അടുത്തത് ഇൻട്രൂഡർ, താങ്ക്സ് എ ലോട്ട്, you will soon stop being smart, I'll make you crawl, I want to know a few things, see. അപ്പോൾ ഇൻട്രൂഡർ പറയുകയാണ്, ശരി, താങ്ക്സ് എ ലോട്ട്, നന്ദിയുണ്ട്. യു വിൽ സൂൺ സ്റ്റോപ്പ് ബീങ് സ്മാർട്ട്, നിങ്ങളുടെ സ്മാർട്ട്നെസ് അധിക നേരം നിൽക്കാൻ പോകുന്നില്ല. ഐ വിൽ മേക്ക് യു ക്രോൾ, CRAWL, ക്രോൾ എന്ന് പറഞ്ഞാൽ ഇഴയുക എന്നാണ് അർത്ഥം. ഞാൻ താമസിയാതെ തന്നെ നിന്നെ നിലത്ത് ഇഴയിക്കും എന്നാണ് ആ തോക്ക് കൊണ്ടുവന്ന ആൾ പറയുന്നത്. ഐ വോണ്ട് ടു നോ എ ഫ്യൂ തിങ്സ്, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അടുത്തത് ജെറാർഡ്, എനിത്തിങ് യു ലൈക്ക്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഐ നോ ഓൾ ദ ആൻസേഴ്സ്, എന്ത് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. ബട്ട് ബിഫോർ വി ബിഗിൻ ഐ ഷുഡ് ലൈക്ക് ടു ചേഞ്ച് മൈ പൊസിഷൻ. യു മേ ബി കംഫർട്ടബിൾ ബട്ട് ഐ എം നോട്ട്. അപ്പോൾ ജെറാർഡ് പറയുകയാണ്, ഞാൻ പറയാം, എന്ത് വേണമെങ്കിലും ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് എൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. കാരണം നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ എനിക്ക് ഈ പൊസിഷൻ അത്ര കംഫർട്ടബിൾ അല്ല. അതിനുശേഷം ഇൻട്രൂഡർ, സിറ്റ് ഡൗൺ ദെയർ, അതായത് മൂവ് ചെയ്യണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറണ്ട, സിറ്റ് ഡൗൺ ദെയർ ആൻഡ് നോ ഫണ്ണി ബിസിനസ്, അധികം കളിക്കുകയൊന്നും വേണ്ട. motions to chair and seats himself on the divan by the back. അപ്പോൾ ഈ ഇൻട്രൂഡർ ജെറാർഡിനോട് പറയുകയാണ്, ആ കാണിക്കുന്ന ആ ഭാഗത്തിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇൻട്രൂഡർ ആ ദിവാനിൽ ആ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് ഈ ഇൻട്രൂഡർ ഇരിക്കുന്നു. Now there we'll have a nice little talk about yourself. അപ്പോൾ ഇനി നമ്മൾ നിങ്ങളെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് ജെറാർഡിനെ പറ്റി എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട് എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. അടുത്തത് ജെറാർഡ്, അറ്റ് ലാസ്റ്റ് എ സിമ്പത്തറ്റിക് ഓഡിയൻസ്, I'll tell you the story of my life. അപ്പോൾ ജെറാർഡ് ഇപ്പോഴും ഒട്ടും ഭയന്നിട്ടില്ല, വളരെ ശാന്തനാണ്, വളരെ ഒരു നോർമൽ രീതിയിലാണ് ജെറാർഡ് ഈ ഒരു സിറ്റുവേഷനെ അപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെറാർഡ് പറയുകയാണ്, അറ്റ് ലാസ്റ്റ് എ സിമ്പത്തറ്റിക് ഓഡിയൻസ്, എന്നെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ. I'll tell you the story of my life, ഞാൻ എൻ്റെ ജീവിത കഥ നിന്നോട് പറയാം. How as a child I was stolen by the gypsies and why at the age of 32 I find myself in my lonely Essex cottage. How? അപ്പോൾ ഇതേ പറഞ്ഞു തുടങ്ങുകയാണ്, എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ജിപ്സികൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ജിപ്സികൾ എന്ന് പറഞ്ഞാൽ നാടോടികൾ എന്നാണ് അർത്ഥം. പിന്നെ ഈ ഒരു ഏജിൽ, അതായത് 32, എനിക്കിപ്പോൾ 32 വയസ്സാണ്. അപ്പോൾ ഈ ഏജ് 32-ൽ ഞാൻ എങ്ങനെയാണ് ഈ എസെക്സ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലോൺലി കോട്ടേജ്, അതായത് ഈ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ ഞാൻ എത്തിയത് എന്നുള്ള അദ്ദേഹം പറയാൻ തുടങ്ങുകയാണ്. അപ്പോഴേക്കും ഇൻട്രൂഡർ, കീപ്പ് ഇറ്റ് ടു
yourself and just answer my questions. അതൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. You live here alone. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? Well, do you? നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ? Gerard, I am sorry. I thought you were telling me and not asking me a question of inflection. Your voice is unfamiliar. അപ്പോൾ ജെറാഡ് പറയാണ്, ഓക്കെ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയല്ല, നിങ്ങൾ എന്നോട് സംസാരിക്കുകയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫ്ലക്ഷൻ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് എനിക്കതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നില്ല. ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ വരുന്ന രൂപമാറ്റത്തെയാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങളുടെ സംസാര രീതി കേട്ടിട്ട് എന്നെ ചോദ്യം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നിയില്ല. യുവർ വോയിസ് ഈസ്, നിങ്ങൾ എനിക്കൊരു പുതിയ മനുഷ്യരാണ്, നിങ്ങളുടെ ഒരു സംസാര രീതി എനിക്ക് അത്ര മനസ്സിലാവുന്നില്ല എന്നാണ് ഇവിടെ ജെറാഡ് ഉദ്ദേശിക്കുന്നത്. ഇൻട്രൂഡർ വിത്ത് എംഫസിസ്, അതായത് ഉറച്ച ശബ്ദത്തിൽ, ഡു യു ലിവ് ഹിയർ അലോൺ, നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ജെറാഡ്, ആൻഡ് ഇഫ് ഐ ഡോണ്ട് ആൻസർ, ഞാനിതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇൻട്രൂഡർ, യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വോണ്ട് ടു ഗെറ്റ് ഹേർട്ട്, അതായത് നിങ്ങൾ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കും എന്നാണ് ഇൻട്രൂഡർ പറഞ്ഞു വരുന്നത്. ജെറാഡ്, I think good sense is shown more in the ability to avoid pain than in mere desire to do so. അതായത് നല്ല ഒരു രീതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതല്ലേ? വാട്ട് ഡു യു തിങ്ക് മിസ്റ്റർ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയല്ലേ എന്ന് ഇൻട്രൂഡറിനോട് ജെറാഡ് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ, നെവർ മൈൻഡ് മൈ നെയിം, എൻ്റെ പേരെന്തെങ്കിലും ആയിക്കോട്ടെ, ഐ ലൈക്ക് യോഴ്സ് ബെറ്റർ, എനിക്ക് നിങ്ങളുടെ പേരാണ് ഇഷ്ടപ്പെട്ടത്, നിങ്ങളുടെ പേരാണ് എനിക്ക് ആവശ്യം. മിസ്റ്റർ ജെറാഡ്, വാട്ട് ആർ യുവർ ക്രിസ്ത്യൻ നെയിംസ്, നിങ്ങളുടെ യഥാർത്ഥ പേര് എന്താണ്? ക്രിസ്ത്യൻ നെയിം എന്ന് പറഞ്ഞാൽ പള്ളിയിലിട്ട യഥാർത്ഥ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജെറാഡ്, വിൻസെൻ്റ് ചാൾസ്, എൻ്റെ യഥാർത്ഥ പേര് വിൻസെൻ്റ് ചാൾസ് എന്നാണ്. അപ്പോൾ ഇത്രയും പറയുന്നതോടുകൂടി സെക്ഷൻ 1 അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സെക്ഷൻ 2യിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്ഷൻ 2ൽ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ബ്രിങ്സ് ദ ഇൻട്രൂഡർ ടു ജെറാഡ്സ് ഹൗസ്, ഇൻട്രൂഡർ എന്തിനാണ് ജെറാഡിൻ്റെ വീട്ടിൽ വന്നത്? ചാൻസ്, അതായത് അറിയാതെ ഒരു ബൈ ചാൻസ് കയറി വന്നതാണോ? ഫെയ്റ്റ്, വിധി കൊണ്ടാണോ, വിധിവശാലാണോ അയാൾ അവിടെ വന്നത്? ഓർ എ പ്ലാൻഡ് മൂവ്, അതോ പ്ലാൻഡ് ആയിട്ടാണോ അവിടെ വന്ന് കയറിയിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെക്ഷൻ 2ൽ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 2ൽ ഇൻട്രൂഡർ, ഡു യു റൺ എ കാർ, നിങ്ങൾ കാർ ഓടിക്കുമോ? ജെറാഡ്, നോ, ഇല്ല, ഞാൻ ഓടിക്കില്ല. ഇൻട്രൂഡർ, ദാറ്റ് ഈസ് എ ലൈ, നിങ്ങൾ കള്ളം പറയുകയാണ്. യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് എ ഫൂൾ, ഞാനൊരു മണ്ടനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഐ ആം ആസ് സ്മാർട്ട് ആസ് യു ആൻഡ് സ്മാർട്ടർ, ഞാൻ നിങ്ങളെക്കാട്ടിലും വളരെയധികം സ്മാർട്ടാണ്. ആൻഡ് ഐ നോ യു റൺ എ കാർ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങൾ കാർ ഓടിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാം. ബെറ്റർ ബി കെയർഫുൾ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. വൈസ് ഗൈ, ഏതായാലും നിങ്ങൾ ബുദ്ധിയുള്ളവനാണ്. ലിസൺ, ദിസ് ഗൺ ഇസ് നോട്ട് ടോയ്, എൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ഒരു കളിപ്പാട്ടമൊന്നും അല്ല. ഐ ക്യാൻ ഹേർട്ട് യു വിത്തൗട്ട് കില്ലിങ് യു, നിങ്ങളെ കൊല്ലാതെ തന്നെ എനിക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഗെറ്റ് മൈ ആൻസേഴ്സ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറയുക. അടുത്തത് ജെറാഡ്, ഓഫ് കോഴ്സ് ഇഫ് യു put it like that, I'll be glad to assist you. ഓക്കെ, ശരി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഐ ഡു possess a car, ശരിയാണ്, എനിക്കൊരു കാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ഗരാഷ് അറൗണ്ട് ദ കോർണർ, ഇത് പുറത്ത് ഗരാഷിൽ ഉണ്ട് എൻ്റെ കാറ്. അടുത്തത് ഇൻട്രൂഡർ, ദാറ്റ്സ് ബെറ്റർ, ഡു പീപ്പിൾ ഓഫൺ കം ഔട്ട് ഹിയർ? ഓക്കെ, ശരി, നന്നായി, നിങ്ങൾക്ക് കാറുള്ളത് നന്നായി. പിന്നെ ഇവിടെ നിങ്ങളെ കാണാൻ മറ്റാൾക്കാർ വരാറുണ്ടോ? ജെറാഡ്, വെരി റെയർലി, സർപ്രൈസിംഗ്ലി ഫ്യൂ പീപ്പിൾ ടേക്ക് ദ ട്രബിൾ ടു വിസിറ്റ്, വളരെ അപൂർവം മാത്രം ചില ആൾക്കാർ മാത്രമേ എന്നെ ഇവിടെ കാണാൻ വരാറുള്ളൂ. There is that baker and the greengrocer and of course and then there is milkman. അപ്പോൾ ഇവിടെ വരുന്നത് ആരൊക്കെയാണ്? ബേക്കർ, അതായത് ബ്രെഡൊക്കെ കൊണ്ടുവരുന്ന ആള്, പിന്നെ ഗ്രീൻ ഗ്രോസർ, പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്ന ആള്, പിന്നെ മിൽക്ക്മാൻ, പാല് കൊണ്ടുവരുന്ന ആള്, ഇവരൊക്കെ ഇവിടെ വരാറുള്ളൂ.
അടുത്തത് ഇൻട്രൂഡർ. ഐ ഹാപ്പൻ ടു നോ ദാറ്റ് യു നെവർ സീ ട്രേഡ്സ് പീപ്പിൾ. എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ പുറത്തു പോയി ഒന്നും വാങ്ങാറില്ല. ട്രേഡ്സ് പീപ്പിൾ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കടക്കാരെ ഒന്നും നിങ്ങൾ പോയി, അതായത് ഷോപ്പുകളിലൊന്നും നിങ്ങൾ പോകാറില്ല എന്നെനിക്ക് മനസ്സിലായി. അടുത്തത് ജെറാഡ്. You seem to have taken a considerable amount of trouble. Once you know so much about me, won't you say something about yourself? You have been so modest. അപ്പോൾ ജെറാഡ് പറയാണ്, നിങ്ങൾ എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നല്ലോ, നിങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടി എന്നെ പറ്റി അന്വേഷിച്ചിരിക്കുന്നത് തോന്നുന്നുണ്ടല്ലോ. ഏതായാലും നിങ്ങൾ നിങ്ങളെപ്പറ്റി പറയൂ. യു ഹാവ് ബീൻ സോ മോഡസ്റ്റ്. മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനയമുള്ള എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾ വളരെ വിനയമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു, നിങ്ങളെപ്പറ്റി പറയൂ എന്ന് ജെറാഡ് ഇവിടെ ആവശ്യപ്പെടുകയാണ്. അടുത്തത് ഇൻട്രൂഡർ. ഐ കുഡ് ടെൽ യു പ്ലെൻറ്റി. യു തിങ്ക് യു ആർ സ്മാർട്ട്, ബട്ട് ഐ ആം സ്മാർട്ടർ. ഐ ഹാവ് ഗോട്ട് ബ്രെയിൻസ് ആൻഡ് ഐ യൂസ് ദം. ഓക്കെ, ഐ കുഡ് ടെൽ യു പ്ലെൻറ്റി. ഞാൻ പറയാം, നിങ്ങൾ വളരെ സ്മാർട്ടാണെന്നാണ് നിങ്ങളുടെ ഒരു വിചാരം, പക്ഷേ ഞാൻ നിങ്ങളെക്കാട്ടിലും സ്മാർട്ടാണ്. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്കിതൊക്കെ ഉപയോഗിക്കാൻ അറിയാം. ദാറ്റ് ഈസ് ഹൗ ഐ ഹാവ് ഗോട്ട് വെയർ ഐ ഹാവ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് എന്ന് ഇൻട്രൂഡർ പറയുകയാണ്. അടുത്തത് ജെറാഡ്. ആൻഡ് വേർ പ്രിസൈസ്ലി ഹാവ് യു ഗോട്ട്. നിങ്ങൾ എവിടെ എത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രിസൈസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി നിങ്ങൾ എവിടെ എത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്. It didn't require a great brain to break into my little cottage. എൻ്റെ ഈ ഒരു ചെറിയ കോട്ടേജിലേക്ക് ഇടിച്ചു കയറി വരാൻ വലിയ ബുദ്ധിയൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തത് ഇൻട്രൂഡർ. When you know why I have broken into your little cottage, you will be surprised and it won't be a pleasant surprise. അപ്പോൾ ഇൻട്രൂഡർ പറയുകയാണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും, പക്ഷേ അതൊരു പ്ലസന്റ് സർപ്രൈസ് ഒന്നും ആയിരിക്കില്ല എന്ന് പറയാണ്. അടുത്തത് ജെറാഡ്. With you figuring so largely in it, that is understandable. By the way, what peculiar line of crime do you follow, or aren't you a specialist? അപ്പോൾ ജെറാഡ് ഈ ഇൻട്രൂഡറിനെ പറ്റി കൂടുതൽ ചോദിക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളിവിടെ വന്നത് എനിക്കൊരു പ്ലസന്റ് സർപ്രൈസ് തരാനൊന്നും അല്ല, എന്തോ ബുദ്ധിമുട്ടിക്കാനാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് തരം ക്രൈമാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യലൈസേഷൻ? അപ്പോൾ ഇൻട്രൂഡർ പറയുന്നു, മൈ സ്പെഷ്യാലിറ്റി ഈസ് ജുവൽസ് റോബറി. എൻ്റെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ രത്നക്കല്ലിൻ്റെയൊക്കെ മോഷണമാണ് എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. യുവർ കാർ വിൽ ഡു മീ എ ട്രീറ്റ്. നിങ്ങളുടെ കാറും എനിക്ക് വേണം. ഇത് സർട്ടൻലി എ ഡാൻഡി കാർ. നിങ്ങളുടെ കാറ് നല്ല കൊള്ളാവുന്ന ഒരു കാറാണ്. ഡാൻഡി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൊള്ളാവുന്ന, സൂപ്പർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അടുത്തത് ജെറാഡ്. I am afraid jewels are few and far between in this part of England. Okay, ഈ സ്ഥലത്ത് ജുവൽസ് ഒന്നും കിട്ടാനില്ല. ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയയിൽ നിങ്ങളുടെ ക്രൈമിനൊന്നും വലിയ സാധ്യതയില്ല. ഇവിടെ ജുവൽസ് ഒന്നും ഉള്ള സ്ഥലമല്ല എന്നാണ് ജെറാഡ് പറയുന്നത്. അടുത്തത് ഇൻട്രൂഡർ. സോ ആർ ദ കോപ്സ്. അങ്ങനെ തന്നെയാണ് പോലീസുകാരുടെ കാര്യം. അതായത് ഈ ഏരിയയിൽ പോലീസുകാരൊന്നും അധികം ഇല്ല. ഐ ക്യാൻ റിട്ടയർ ഹിയർ നൈസ്ലി ഫോർ എ ലിറ്റിൽ വൈൽ. എനിക്കിവിടെ സുഖമായിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റും. ജെറാഡ്. യു മീൻ ടു ലിവ് വിത്ത് മീ? എ ലിറ്റിൽ സഡൻ ഇസ്ന്റ് ഇറ്റ്? യു ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. അപ്പോൾ പറയാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കുമെന്നാണോ? ഇത് വളരെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനമാണല്ലോ, നിങ്ങളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ജെറാഡ് പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ പറയുന്നു, യു വോണ്ട് ബി ഹിയർ ലോങ്, സോ ഐ ഡിഡ്ന്റ് ട്രബിൾ ടു ആസ്ക്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, നിങ്ങളിവിടെ താമസിക്കാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ചോദിക്കാത്തത്. ജെറാഡ്. വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻട്രൂഡർ. ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ബിഗ് സർപ്രൈസ്. ഐ ആം ഗോയിങ് ടു കിൽ യു. ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ജെറാഡ്. എ ലിറ്റിൽ ഹാർഷ് ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ജെറാഡ് പറയാണ്, ഇതൊരു കടുത്ത തീരുമാനമല്ലേ? ഇൻട്രൂഡർ.
ഇൻട്രൂഡർ വിത്ത് ഹെവി സർക്കാസം, SARCASM, സർക്കാസം എന്ന് പറഞ്ഞാൽ പരിഹാസം എന്നാണ് അർത്ഥം. അപ്പോൾ പരിഹസിച്ചുകൊണ്ട് ഇൻട്രൂഡർ പറയാണ്, യാ ഐ വിൽ ബി സോറി ടു ഡു ഇറ്റ്, എനിക്ക് വിഷമമുണ്ട് അങ്ങനെ ചെയ്യാൻ. ഐ ഹാവ് ടേക്കൺ എ ഫാൻസി ടു യു ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഗോട്ട് ടു ബി ഡൺ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഐ ഹാവ് ഗോട്ട് എ ഫാൻസി ടു യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് എന്നാണ് ഇൻട്രൂഡർ പറയുന്നത്. ജെറാഡ്, വൈ ആഡ് മർഡർ ടു യുവർ അതർ ക്രൈംസ്? എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മറ്റ്, അതായത് മോഷണമാണല്ലോ നിങ്ങളുടെ ക്രൈം, അപ്പോൾ അതിനോടൊപ്പം എന്തിനു വേണ്ടിയിട്ടാണ് കൊലപാതകവും കൂടി ആഡ് ചെയ്യുന്നത്? ഇറ്റ്സ് എ ഗ്രേവ് സ്റ്റെപ്പ് യു ആർ ടേക്കിംഗ്. അതൊരു ഗ്രേവ് എന്ന് പറഞ്ഞാൽ സീരിയസ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരു കടുത്ത ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൂഡർ, ഐ ആം നോട്ട് ടേക്കിംഗ് ഇറ്റ് ഫോർ ഫൺ. ഞാനിത് വെറുതെ തമാശയ്ക്കൊന്നും അല്ല ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ ഹണ്ടഡ് ലോങ് ഇനഫ്. എന്നെ പോലീസുകാർ വളരെ കാലമായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഐ ആം വാണ്ടഡ് ഫോർ മർഡർ ഓൾറെഡി. ഞാൻ നേരത്തെ തന്നെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ കാൺ ഹാങ് മീ ട്വൈസ്. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതകവും കൂടി ചെയ്തു എന്ന് വെച്ച് എന്നെ 2 പ്രാവശ്യമൊന്നും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയുമോടുകൂടി സെക്ഷൻ 2 അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സെക്ഷൻ 3യിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെക്ഷൻ 3 ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഇൻട്രൂഡർ ത്രെറ്റൻസ് ടു കിൽ ജെറാഡ്. ഇൻട്രൂഡർ, അതായത് ഈ നുഴഞ്ഞു കയറി വന്ന ആള് ജെറാഡിനെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈസ് ജെറാഡ് എഫ്രൈഡ്? ജെറാഡ് ഭയപ്പെട്ടിട്ടുണ്ടോ? ഈസ് ഹി നെർവസ്? അദ്ദേഹം ടെൻഷനിലാണോ? ഡസ് ദ ഇൻട്രൂഡർ ക്യാരി ഔട്ട് ഹിസ് ത്രെറ്റ്? ഈ ഇൻട്രൂഡർ, ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി എന്നാണ് അർത്ഥം, ഈ ഭീഷണി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമോ? അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ സെക്ഷനിലേക്ക് പോകാം. ജെറാഡ്, യു ആർ പ്ലാനിങ് എ ഡബിൾ മർഡർ സോ ടു സ്പീക്ക്. അപ്പോൾ നിങ്ങൾ 2ാമത്തെ കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. അഡ്മിറ്റഡ് യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് വാട്ട് ഹാവ് യു ടു ഗെയിൻ? ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ എന്നെ കൊല്ലുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം? അടുത്തത് ഇൻട്രൂഡർ, ഐ ഹാവ് ഗോട്ട് ഫ്രീഡം ടു ഗെയിൻ. എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വാതന്ത്ര്യമാണ്. ആസ് ഫോർ മൈസെൽഫ് ഐ എം എ പുവർ ഹണ്ടഡ് റാറ്റ്. ഞാനാണെങ്കിൽ ഒരു ഹണ്ടഡ് റാറ്റാണ്, അതായത് പോലീസുകാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനലാണ് ഞാൻ. ആസ് വിൻസെന്റ് ചാൾസ് ജെറാഡ് ഐ എം ഫ്രീ ടു ഗോ ടു പ്ലേസസ് ആൻഡ് ഡു നത്തിങ്. എന്നാൽ ഞാൻ വിൻസെന്റ് ചാൾസ് ജെറാഡ് ആണെങ്കിൽ, അതായത് നിങ്ങളെ കൊന്നിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഞാൻ എടുക്കാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നിനെയും പേടിക്കാനില്ല, എനിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം. ഐ ക്യാൻ ഈറ്റ് വെൽ ആൻഡ് സ്ലീപ്പ് ആൻഡ് വിത്തൗട്ട് ഹാവിങ് ടു ബി റെഡി ടു ഹൈഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എ കോപ്പ്. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഒരു പോലീസുകാരനെ കാണുമ്പോൾ ഞാൻ ഓടി ഒളിക്കേണ്ട കാര്യവും ഇല്ല, കാരണം ഞാൻ നിങ്ങളാവാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഈ കഥയുടെ പേരും സൂചിപ്പിക്കുന്നത്. ഇഫ് ഐ വർ യു, ഞാൻ നിങ്ങളായെങ്കിൽ എന്നുള്ള ആ ഒരു പേര് അവിടെയാണ് വരുന്നത്. അടുത്തത് ജെറാഡ്. In most melodramas, the villain is foolish enough to delay his killing long enough to be frustrated. You are much luckier. അപ്പോൾ ജെറാഡ് പറയാണ്, സാധാരണ നാടകങ്ങളിലൊക്കെ ഈ വില്ലൻ മറ്റൊരാളെ കൊല്ലാനായിട്ട് സമയം എടുക്കും തോറും, ഡിലേ എന്ന് പറഞ്ഞാൽ വൈകും തോറും ഈ വില്ലന് ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ പറ്റാതെ വരികയാണ് ചെയ്യുന്നത്, അതായത് കൊല്ലാൻ പറ്റാതെ വരികയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടന്നു, അതുകൊണ്ട് നിങ്ങൾ ലക്കിയാണ് എന്നാണ് ജെറാഡ് ഇവിടെ പറയുന്നത്. അടുത്തത് ഇൻട്രൂഡർ. ഐ എം ഓക്കെ, ഐ ഹാവ് ഗോട്ട് എ റീസൺ ഫോർ എവറിത്തിങ്. ഞാൻ ചെയ്യുന്നതിനെല്ലാം ഒരു കാരണമുണ്ട്. ഐ ആം ഗോയിങ് ടു ബി വിൻസെന്റ് ചാൾസ് ജെറാഡ്. സി, നോക്കൂ, ഞാൻ നിങ്ങളാവാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ബി വിൻസെന്റ് ചാൾസ് ജെറാഡ്. ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഹീ ടോക്സ് ലൈക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയണം, നിങ്ങളെപ്പറ്റി എല്ലാം എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഹൗ ഐ നോ യുവർ ആക്സെൻറ്റ് കംസ് ഈസി. ഏതായാലും നിങ്ങളുടെ സംസാര രീതി, ആക്സെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംസാര ശൈലിയാണ് ആക്സെൻറ്റ് എന്ന് പറയുന്നത്. ഏതായാലും നിങ്ങളുടെ ആ ഒരു
സംസാര ശൈലി എനിക്ക് പെട്ടെന്ന് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. This is Mr. V.C. Gerard speaking. Pantomime of phoning in imitated cultured voice എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇൻട്രൂഡർ ജെറാഡിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഫോണിൽ സംസാരിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. പാൻറ്റമൈം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമിറ്റേറ്റഡ് ഇൻ കൾച്ചേർഡ് വോയിസ്, അതായത് ഇദ്ദേഹത്തിനൊരു കൾച്ചേർഡ് രീതിയാണല്ലോ, ഒരു സംസ്കാര സമ്പന്നനെ പോലെ അദ്ദേഹം അതായത് നമ്മുടെ ജെറാഡ് ഒരു സംസ്കാര സമ്പന്നനാണല്ലോ. അപ്പം മറ്റേ ഇൻട്രൂഡർ അങ്ങനെയല്ല. അപ്പം ഈ ജെറാഡിനെ പോലെയുള്ള സംസാര രീതി ഇയാൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഈ ഒരു സ്റ്റോറിയുടെ അവസാന ഭാഗം നമുക്ക് നോക്കാം. താങ്ക് യു.